ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സെയിൽ വീഡിയോ വേറെ ഒന്നുമല്ല. നമ്മൾ ഗാർഡൻ്റെ കുറച്ച് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊരു സജഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇടണത് കേട്ടോ. അപ്പോൾ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതിൻ്റെയാണ് ഈ ചവറൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത സ്ഥലമായിരുന്നു, മൊത്തം നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിലുള്ള ബൊഗൈൻവില്ലാസ് ഫുള്ള് നമ്മൾ മാറ്റിയിട്ട് ഈ സൈഡിൽ അറ്റം വരെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കിണറിൻ്റെ അവിടെ നിന്നൊക്കെ മാറ്റിയിട്ട്. അതുപോലെ അന്ന് നമ്മൾ ഗ്രാസ് ഈ റംബൂട്ടാൻ്റെ അടുത്താണ് വരെ വെച്ച് തീർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രാസ് ഇല്ല, മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ ഈ സൺഡേ പോയി മേടിച്ചിട്ട് വേണം. പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ പുതിയത് വെച്ചതാണ് കേട്ടോ. ഇത് ഏകദേശം 2 വർഷമായി ഞാൻ മേടിച്ചിട്ട്, 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹാപ്പി ഹോം ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഫേസ്ബുക്കിൽ ഞാൻ മേടിച്ചിട്ടുള്ളതാണ് ആ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് ഞാൻ സാധാരണ ഇങ്ങനത്തെ ചെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇരുന്ന് കുരുടിച്ച് പോയി. അപ്പോൾ ഇവിടെ ആദ്യം എനിക്കൊരു ബയർ ആപ്പിളായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ പറിച്ചിട്ട് കിട്ടാണ്ട് വെട്ടി അവസാനം നല്ല അതിന് കിട്ടി എനിക്ക്. അപ്പോൾ ഞാൻ അത് കളഞ്ഞിട്ട് അവിടെ ഇത് നട്ടു കേട്ടോ. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇത് ഒരു റെഡും വൈറ്റും കളറിൽ കൊല്ല കുത്തിയിട്ട് ഇങ്ങനെ ലെങ്ത്തിലൊരു ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഇതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. അതിൻ്റെ ഫോട്ടോയും എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ നെയിമും എനിക്കറിയില്ല, ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ പിന്നെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് മാറ്റി ചെടിച്ചട്ടികളൊക്കെ ഞങ്ങൾ വെച്ചേക്കാണ്. ഇത് ഒതുക്കിയിട്ടില്ല. ഇനി നമുക്കുള്ളത് ഇതാണ് നമുക്ക് ഒതുക്കേണ്ടത്. ഈ 2 സൈഡിൽ ഇതിൽ നിറച്ച് മീനുകളാണ് കേട്ടോ. കാണുന്നുണ്ട്, എൻ്റെ മോളിപ്പോൾ ഒന്ന് കൈയിട്ടാലും ചെയ്താൽ ഇതിനുള്ളിൽ കണ്ടോ, നിറച്ച് മീനുകളാട്ടോ ഇതിന്. അപ്പോൾ ഈ 2 സൈഡിൽ എനിക്ക് പ്ലാന്റ്സ് സെറ്റ് ചെയ്യണം. എൻ്റെ മനസ്സിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് എനിക്കിവിടെ വെക്കാനായിട്ട് ആഗ്രഹം കേട്ടോ. ഈ 2 സൈഡിലും വെക്കാനായിട്ട് ഫ്ലവറിങ് ആണ് എനിക്ക് താല്പര്യം. കാരണം രാവിലെ എണീക്കുമ്പോൾ നല്ല രസമാണ്. ആദ്യം ഞാനൊരു പ്ലാന്റ് ഇവിടെ വെച്ചിരുന്നു, നിറച്ച് ഫ്ലവർ ഉണ്ടാവുമായിരുന്നു. പക്ഷേ അത് ഭയങ്കര ഈച്ചശല്യമായിരുന്നു. അതായത് ഈച്ചശല്യം മാത്രമല്ല, നല്ല വലുപ്പം വരും. ഇന്ന് വെട്ടിയാലും നാളേക്ക് വീണ്ടും വലുതാവും. അപ്പോൾ ഞാനത് കളഞ്ഞതാണ് ഫുള്ള് കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ലന്താനി ഉണ്ടല്ലോ, ഇതിൻ്റെ പല കളർ കിട്ടുമല്ലോ, എല്ലാം മിക്സ് ചെയ്ത് തിക്കിൽ വെക്കാം 2 സൈഡിലും. അതല്ലെങ്കിൽ നമ്മുടെ 10 മണിപ്പൂ ഉണ്ടല്ലോ, അത് വെക്കാമെന്നാണ്. കാരണം ഞങ്ങളുടെ അവിടെ 10 മണിപ്പൂ കവറ് പല കളർ കിട്ടാനുണ്ട്. 10 രൂപ അങ്ങനെ നമ്മുടെ അവിടെ ഉള്ളൂ. മണ്ണത്തിലൊരു നഴ്സറി ഉണ്ട്. ഉണ്ണി വീഴും കേട്ടോ, ഉണ്ണികളിവിടെ സൈക്കിൾ ചാട്ടി കളിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, ഇവിടെ വെക്കാൻ പറ്റിയ ചെടികൾ. കാരണം ഇവിടെ നല്ല വെയിലാണ്. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പോൾ ഇത്തിരി വെയിൽ കൊണ്ടാലും കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവണ ചെടികൾ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് ആലോചിച്ചിട്ട് എനിക്ക് ഈ 2 പ്ലാന്റാണ് മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് എന്തായാലും കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഏത് പ്ലാന്റ് വെക്കാമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നല്ല അതായത് നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് ബെറ്റർ തോന്നുകയാണെങ്കിൽ ഞാൻ ആ പ്ലാന്റ് ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുക. നമുക്ക് കിട്ടണ അഫോർഡബിൾ റേറ്റും കൂടി ഒന്ന് നോക്കൂട്ടാ. ഞാനങ്ങനെ ഒത്തിരി പൈസ കൊടുത്ത് പ്ലാന്റ് വാങ്ങില്ല, എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ. കാരണം ഇതിലേക്കൊക്കെ വെക്കണമെങ്കിൽ അത്യാവശ്യം ചെടികൾ വേണം. 1, 2, 5, 10 വെച്ചാലാവില്ല. ഇത് നിങ്ങൾ കാണുന്ന പോലെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. 2 സൈഡിലും നല്ല വലിപ്പമുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വെച്ചാൽ തന്നെ തിക്കിൽ നിൽക്കുള്ളൂ 2 സൈഡും കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പ്ലാന്റ്സ്. പിന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് അതെ, ഈ സൈഡിൽ ഞാനിവിടെ കുറച്ച് ആ ഗ്രാസിൽ ബാക്കിയുള്ള അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ള് തിക്ക് എനിക്ക് വെക്കണം. പക്ഷേ ഇതൊരു കലാത്തിയാണ് കേട്ടോ, വീറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പറിക്കണം. അത്രയ്ക്കധികം നിറഞ്ഞു, കുറേ ഉണ്ടായിരുന്നു, കുറേ പറിച്ചതാണ്. ഇനി ഒന്ന് പറിച്ച് സെറ്റ് ആക്കണമെന്നല്ല. ഞാൻ വെട്ടി നിർത്തിയിട്ടുണ്ട് എല്ലാതും. ഇതേ കണ്ടോ, എല്ലാതും വെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഇവിടെ കുറച്ച് പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നത് സെറ്റ് ചെയ്തു. ഇത് വന്നിട്ട് വാക്കിംഗ് ഐറസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് ഞാൻ യൂട്യൂബ് ചാനലുള്ള ഫെബിയുടെ കയ്യിൽ നിന്ന്, ഫെബി എന്നാണ് ഞാൻ തോന്നുന്ന പേര്, അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചാണ്. ഇത് ഒരു തവണ അവരെനിക്കൊരു കുഞ്ഞ് പ്ലാന്റ് തന്നിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് കേട്ടോ. അത് ഒരു തവണ എൻ്റെ ഇത് പോയി വെയിലത്ത്. അപ്പോൾ ഞാനതിങ്ങനെ ചട്ടി അടക്കം മണ്ണ് ഇങ്ങനെ ചെറുത്തോട്ടത്തിൽ കമക്കിയപ്പോൾ പിന്നെ അടുത്ത തവണ മഴ പെയ്തപ്പോൾ അതവിടെ മുളച്ച് നിൽക്കുന്നു. അപ്പോൾ ഞാനടുത്ത് ചട്ടിയിൽ വെച്ചതാണ്. പണ്ട് ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കണ്ടമാനം ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ്. നമ്മുടെ ഓർക്കിഡൊക്കെ ഇല്ലേ, അതുപോലത്തെ ഫ്ലവർ, യെല്ലോ കളറായിരുന്നു ഇതിൻ്റെ ഫ്ലവർ കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഈ വാക്കിംഗ് ഐറസിൻ്റെ ഫ്ലവർ കാണാൻ. ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിച്ച് വെച്ചോട്ടോ. ഓർക്കിഡ് പോലെ തന്നെ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ ലാസ്റ്റ് ഒതുക്കി ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗാർഡൻ്റെ കാര്യം നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചോളൂ.